വിദ്യാർത്ഥികളെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പ്രാപ്തരാക്കി മാറ്റണമെന്നും അവരിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള മനോഭാവം വളർത്തിയെടുക്കണമെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ആയുർവേദ ഡിസ്പെൻസറി, ആയുഷ്മാൻ ഭാരത്, ആരോഗ്യ മന്ദിർ എന്നിവയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും SSLC, +2 വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികളെയും ആശാവർക്കർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും ആദരിക്കുകയും ചെയ്യുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏറ്റവും കൂടുതൽ സംസ്ഥാനം കേരളമാണ്. ഇവിടുത്തെ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകന്മാരും ആശാപ്രവർത്തകരും നേതൃത്വപരമായ കമ്പനികൾക്ക് വളരെ അഭിനന്ദനമാണ്. ഇവിടെ പഴയകാലത്തെ അപേക്ഷിച്ച് വിദ്യാഭ്യാസത്തിന്റെ രീതിയിലും സമ്പ്രദായത്തിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിൽ വിദ്യാഭ്യാസത്തിന്റെ രീതിയും തൊഴിലിന്റെ സ്വഭാവവും സാധ്യതകളും മാറിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മുണ്ടൂർ എബ്രാസൺ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സജിത അധ്യക്ഷത വഹിച്ചു. ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ റീജ റിപ്പോർട്ട് അവതരണം നടത്തി. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സഫ്ദർ ഷെരീഫ്, പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR സുഷമ, മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VC ശിവദാസ്, പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ OB പ്രിയ, മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബേബി ഗണേഷ്, ഷീബ കണ്ണൻ, S നാരായണൻകുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നസീമ അൻവർ, പഞ്ചായത്ത് സെക്രട്ടറി CV സുനിത തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു.